മറ്റൊന്ന്, ഇത് കേവലം ഒരു കോഴി വർത്താനത്തിൽ മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അയാൾ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ്, അയാൾ മർഡറാണ്. ഒട്ടനവധി കുഞ്ഞുങ്ങളെ, ഗർഭസ്ഥ ശിശുക്കളെ കൊലപ്പെടുത്തിയിട്ടുള്ള, സ്ത്രീത്വത്തെ അംഗീകരിക്കാത്ത അങ്ങേയറ്റം മലീമസമായ മനുഷ്യനാണ്. അയാളെ എങ്ങനെ ഒരു കോഴി എന്ന് വിളിക്കാൻ കഴിയും? അയാൾ കോഴിയല്ല, മറിച്ച് പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ച് അവർ ഗർഭിണിയായപ്പോൾ അതിനെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെടുന്ന മർഡറാണ്. ഇന്ത്യയിലും ലോകത്തും ഇതുപോലൊരു ഇഷ്യൂ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കോ നമുക്കോ അറിയില്ല. കാരണം എന്താ? അത്തരം ആളുകളൊക്കെ ലോകത്തെ പ്രധാനപ്പെട്ട ജയിലിന്റെ ഉള്ളിലാണ്. അവരൊക്കെ ജയിലിന്റെ ഉള്ളിലാണ് പ്രധാനപ്പെട്ട കുറ്റവാളികൾ. ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ചെയ്തവർ, ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ചവർ, ഇവരൊക്കെ ഗോവിന്ദചാമി തൊട്ട് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇവരൊക്കെ ജയിലിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും പുരോഗമന സമൂഹം എന്ന് വിളിക്കുന്ന അമേരിക്കയിലേക്ക് ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരുന്ന ഇയാളെ ഇനി അങ്ങോട്ടേക്ക് വരരുത്, ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് വരരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെ കാണുന്ന നിലയുണ്ടായി. ഞങ്ങളാകെ ഞെട്ടിപ്പോയി. കേസില്ല എന്റെ പേരിൽ എന്ന പേരിലാണ് അദ്ദേഹം വന്ന് നിന്നത്. മുന്നിൽ നിന്ന മാധ്യമ പ്രവർത്തകരൊക്കെ മുഖത്തു നോക്കി കൊഞ്ഞനം കുത്തിയും. സ്വാഭാവികമായൊരു പ്രതികരണം ഈ നാട്ടിൽ സാധാരണക്കാരായ ഒരു മനുഷ്യന്, വീട്ടിൽ മകളുള്ള, സഹോദരിയുള്ള, അമ്മയുള്ള, പെങ്ങന്മാരുള്ള എല്ലാവർക്കും തോന്നുക, അയാൾ പറയുന്ന ഓരോ കള്ളത്തിനും അയാളുടെ മുഖത്തു നോക്കി ഒരു അടിയെങ്കിലും കിട്ടുന്നതാണെന്നുള്ള അവസാനത്തെ ആഗ്രഹമാണ്. അങ്ങനെ തോന്നിയവരാണ് ഇന്നലത്തെ വീട്ടിലിരിക്കുന്ന ഓരോരോ വീട്ടിലെ അമ്മമാരും സഹോദരിമാരും. ഇങ്ങനെ മുഖത്തു നോക്കി പച്ച കള്ളം പറയുന്ന ഒരു എം എൽ എക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ? ഇവിടെ കൂടിയിരിക്കുന്ന, പുറകിൽ കൂടിയിരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വന്നിട്ടുള്ള ഈ മലീമസമായിട്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾ എങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു എന്ന ബോധ്യമാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇയാളെ പോലുള്ള ഒരാൾക്ക് 9ൽ കൂടുതൽ പരാതി ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും ഇയാൾക്ക് എങ്ങനെ തൽസ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞു? ഇയാൾക്ക് എങ്ങനെ നേതാക്കന്മാർ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു? അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ ഉള്ളിൽ 1000 രാഹുൽ മാങ്കൂട്ടത്തിൽമാരുണ്ട് എന്നുള്ളതാണ്. അത് ഈ നാട് അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയേണ്ട അവസ്ഥയിലേക്ക് ജീർണിച്ച രാഷ്ട്രീയമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന്, വിദ്യാർത്ഥികൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കഴിയുക? കേരളത്തിലും പൊതുവിലും എല്ലായ്പ്പോഴും ഏറ്റവും സക്രിയമായി ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്ന മാധ്യമ പ്രവർത്തകർ, ആ മാധ്യമ പ്രവർത്തകരിലെ സ്ത്രീ റിപ്പോർട്ടർമാരോട് ചാനൽ ഭേദമന്യേ, നമ്മളിപ്പോ ചാനൽ മാറ്റൂല, 100 ചാനൽ ഉണ്ടെങ്കിൽ ആ 100 ചാനലിലും ഇയാൾ ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നു, അവരെ വേട്ടയാടുന്നു എന്നുള്ളതാണ് ശരി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കേണ്ട ഒരാളാണോ? അയാൾ കേവലം രാജിവെച്ച് പുറത്തു പോവുക മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തുടരാൻ അയാൾക്ക് യോഗ്യതയില്ല. EMS-ഉം കെ കരുണാകരനും CH-ഉം AKG-യും കൃഷ്ണപിള്ളയും അങ്ങനെ VS ഉൾപ്പെടെയുള്ള, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അവരുടേതായ ജീവിതം സമർപ്പിച്ച് പടുത്തുയർത്തിയ കേരളം, ആ കേരളത്തിൽ ഇതുപോലൊരു രാഷ്ട്രീയ മാലിന്യത്തെ പേറുന്ന രാഷ്ട്രീയത്തിന്റെ പേര് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരിക്കുകയാണ്.